ഒരു എക്സാമ്പിളാണ്. സലീന എന്നത് പണ്ട് കാലത്ത് കണ്ടുവരുന്ന ഒരു സോഷ്യൽ കസ്റ്റമായിരുന്നു. അപ്പോൾ സലീന പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീ എന്ന് പറയുന്നത് മെല്ലിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിന് ഒരു എക്സാമ്പിളായിട്ടാണ് സലീന ചെയ്യുന്നത്. പണ്ടത്തെ ഓൾറെഡി ഇന്ത്യ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റിയും സതി പോലുള്ള റിച്വൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ജെൻഡർ ഇനീക്വാലിറ്റി കാണിക്കാൻ വേണ്ടി ചെയ്ത് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ടാണ് സന്ധ്യ. അപ്പോൾ പണ്ടത്തെ കാലത്ത് എത്രത്തോളം ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ എല്ലാം നമ്മൾ വുമൻസാണ്, നമ്മൾ കുറച്ചാണ്, നമ്മളൊരു കാലത്ത് വുമൻസാണ് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ആൾക്കാർ കാണിക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കുന്ന ടോപ്പിക്കാണ് സെലക്ട്. പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ഇന്നത്തെ കാലത്ത് കൊണ്ട് എപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് മെല്ലിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള ചിന്താഗതിയാണ്. പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ത്രീകൾ പഠിച്ച് അങ്ങനെയാവില്ല ഇങ്ങനെയാവില്ല ചിന്താഗതിയിലായിരുന്നു. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിധവ മരിച്ച് പിന്നെ റീമാരേജ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും സൊസൈറ്റി പലതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഈ സ്ത്രീകൾ എപ്പോഴും മെല്ലിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്